എന്തായാലും നമ്മുടെ സേന സർവം സജ്ജമാണ്. ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട യോഗങ്ങളോ നീക്കങ്ങളോ ഒക്കെ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ടോ അർജുൻ? ജയലക്ഷ്മി, ഇന്ന് രാജ്യ തലസ്ഥാനത്ത് ഭരണസേനാ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട യോഗങ്ങളുള്ളതായിട്ട് നേരത്തെ ധാരണയായിട്ടില്ല. പ്രധാനമായിട്ടും ഈ വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രതിരോധ വക്താക്കളും പ്രതിരോധ സെക്രട്ടറിമാരും കൂടിക്കാഴ്ചകൾ നടത്തും. അത് നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലുമായിട്ട് നടത്തും. അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും കാണാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നും പുരോഗമിക്കും. പ്രത്യേകിച്ചും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് DGMO തലത്തിൽ വീണ്ടും ഒരു ചർച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനുള്ള ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷം രാത്രി 11:30 അതായത് ഇന്ത്യൻ സമയം രാത്രി 11:30 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നു, ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിൽ ഇന്ത്യ വിരുദ്ധ വാക്കുകളായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളതെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നടന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘനത്തിനെ പറ്റി അദ്ദേഹം യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല, വാചാലനായിട്ടില്ല. മറിച്ച് ലോകരാജ്യങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നു ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കരാറിൽ, ഈ ഒരു ധാരണയിൽ ഏർപ്പെടുത്താൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം പാകിസ്ഥാൻ സർക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പ്രസ്താവനയും കൂടെ ഇറക്കിയിരുന്നു. അതിലും പറയുന്നത് ഈ ഒരു ഇപ്രകാരമുള്ള കാര്യമാണ്: ഈ വെടിനിർത്തൽ കരാർ ഇന്ത്യയുമായി ധാരണയിലെത്താൻ വേണ്ടി സഹായിച്ച ലോകരാജ്യങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്താവന തുടങ്ങുന്നത്. അതിനോടൊപ്പം അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിൽ പാകിസ്ഥാന്റെ പ്രസ്താവനയായിട്ടുള്ളത്. അതായത്, നോട്ട് വിസ്റ്റാൻഡിങ് ദ വയലേഷൻസ് ബീങ് കമ്മിറ്റഡ് ബൈ ഇന്ത്യ ഇൻ സം ഏരിയാസ് അവർ ഫോഴ്സസ് ആർ ഹാൻഡ്ലിംഗ് ദ സിറ്റുവേഷൻ വിത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്ട്രെയിൻറ്റ്. അതായത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, സംയമനം പാലിക്കുന്നു പാകിസ്ഥാൻ സൈന്യം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പ്രസ്താവന. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇറക്കിയിരിക്കുന്ന പ്രസ്താവന. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ നടപടിയെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു അക്ഷരം തന്നെ മിണ്ടിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുന്നു. അമേരിക്ക, UK, അസർബൈജാൻ, തുർക്കി, UAE, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ ഇന്ത്യയുമായിട്ടുള്ള സംഭാഷണത്തിന് വഴിയൊരുക്കിയ രീതികളെ, ആ മാർഗങ്ങളെ അദ്ദേഹം നന്ദി പറയുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത്, ഇന്ത്യയുമായിട്ടുള്ള ഈ സംഘർഷം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ടൊരു വെടിനിർത്തൽ കരാർ ധാരണയിലെത്താൻ വേണ്ടി പാകിസ്ഥാൻ ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ള കാര്യം